ഒരു മികച്ച ചിത്രം തന്നെയാണ് തലവൻ. കാരണം നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് തലവൻ. ഈ സിനിമയുടെ നട്ടെല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്, ദ റൈറ്റിംഗ്. കാരണം ഒരു മികച്ച സ്ക്രീൻ പ്ലേ ഒരു ചിത്രത്തെ മനോഹരമാക്കുമെന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഉദാഹരണമാണ് ഈ ചിത്രം. പിന്നെ രണ്ടാമതായി എടുത്തു പറയേണ്ടത് ദീപക് ദേവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒറിജിനൽ സ്കോറുമാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. കാരണം നമ്മൾ ആ സിനിമയിലേക്ക് ഇഴകിച്ചേർന്ന് പോകുന്ന, സിനിമയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ മ്യൂസിക് പ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് സിനിമയിൽ എടുത്ത് പറയേണ്ടത്. ഒന്ന് സ്ക്രീൻ പ്ലേയും ഒന്ന് മ്യൂസിക്കും. പിന്നെ ജിസ്റ്റോയും മനോഹരമായി എടുത്തിട്ടുണ്ട്. ജിസ്റ്റോയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് പടത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ആസിഫ് അലി നന്നായി ചെയ്തിട്ടുണ്ട്. ബിജു മേനോനൊക്കെ ഒരു കേക്ക് വാക്ക് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കേക്ക് വാക്ക് റോൾ തന്നെയാണ്. വലുതായി എഫേർട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. എന്തായാലും കിടിലൻ പടമാണ്. പടത്തിൻ്റെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആവറേജ് സ്ക്രീൻ പ്ലേ അല്ല. അതായത് ഇതൊരു കിടിലൻ സ്ക്രീൻ പ്ലേ ആണ്. ആ സ്ക്രീൻ പ്ലേയിൽ ജിസ്റ്റോയി നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. സോ നല്ലൊരു കിടിലൻ പടമാണ്. ഒരു 5-ലും 3.75 ഒക്കെ കൊടുക്കാവുന്ന രീതിയിലുള്ള പടമാണ്.